നമസ്കാരം. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ക്വാത്ര ബംഗ്ലാദേശ് സന്ദർശിക്കുന്നു എന്ന വാർത്തയെ ചൈന ഞെട്ടലോടെയാണ് കേട്ടത്. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നല്ല ബന്ധം ചൈനയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാവുന്നതും സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യുന്നതിനും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനുമായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല കൈമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്ര ബംഗ്ലാദേശിലെത്തിയത് എന്നാണ് വിവരം. ഉഭയകക്ഷി ബന്ധത്തിന്റെ മുഴുവൻ ശ്രേണിയെക്കുറിച്ചും ബന്ധം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ചും വിപുലമായ ചർച്ചകളാണ് നടത്തിയത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, വിദേശകാര്യമന്ത്രി ഹസൻ മഹ്മൂദ് എന്നിവരുമായുള്ള കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരുന്നു എന്ന് തന്നെ പറയാം. അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനം സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായിരുന്നു. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ജൂലൈ ആദ്യം പ്രധാനമന്ത്രി ഹസീനയുടെ ഇന്ത്യ സന്ദർശനം ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഫെബ്രുവരിയിലാണ് ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി മഹ്മൂദ് ഇന്ത്യ സന്ദർശിച്ചത്. ജനുവരിയിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ വിജയത്തിന് ശേഷം ഹസീന 5ാം തവണയും അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഉഭയകക്ഷി വിദേശ പര്യടനമായിരുന്നു അത്. ആ യാത്രയ്ക്കിടെ മഹ്മൂദ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഉഭയകക്ഷി ബന്ധത്തിന്റെ എല്ലാ പ്രധാന വശങ്ങളും, പ്രത്യേകിച്ച് അതിർത്തി കടന്നുള്ള കണക്ടിവിറ്റി, പ്രതിരോധം, സുരക്ഷ, വൈദ്യുതി, ഊർജം, ജലവിഭവങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള കൈമാറ്റം തുടങ്ങിയ മേഖലകളിൽ സമഗ്രമായ ചർച്ചയാണ് നടത്തിയത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഫെബ്രുവരിയിൽ ഹസീന അധികാരം നിലനിർത്തിയതിനു ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഉന്നതതല സന്ദർശനത്തിന്റെ ഭാഗമായി എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും സുപ്രധാനമായ നീക്കങ്ങളിലേക്കാണ് ഇന്ത്യയും ബംഗ്ലാദേശും കടക്കുന്നത്. ചൈനയ്ക്ക് ഇന്ത്യ ഉഗ്രൻ മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചൈനയുടെ നീക്കങ്ങളെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ചൈനയുടെ കുതന്ത്രങ്ങളെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യയുടെ പല തീരുമാനങ്ങളും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ചരിത്രപരമായ 4ാം തവണയും അധികാരത്തിലെത്തിയപ്പോൾ ആദ്യ അഭിനന്ദനങ്ങൾ അറിയിച്ചവരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള നല്ല ബന്ധം പുലർത്തുന്നതിന്റെ ഒരു ഭാഗമായിരുന്നു അത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട കാര്യം ഇന്ത്യ ബംഗ്ലാദേശ് കൂട്ടുകെട്ടിൽ ചൈന വല്ലാതെ അസ്വസ്ഥത പുലർത്തുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത് തന്നെ ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്കെതിരെ ചാരപ്പണി നടത്താൻ ചൈന ബംഗ്ലാദേശിൽ ഒരു അന്തർവാഹിനി താവളമൊരുക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളാക്കുവാൻ ചൈന അത്യന്തം പരിശ്രമിക്കുന്നുണ്ട് എന്ന കാര്യമാണ് അടിവരയിട്ട് പറയേണ്ടത്. എന്നാൽ ബംഗ്ലാദേശ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരേ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. ആ പ്രവൃത്തി തന്നെയാണ് ഇന്ത്യയുടെ വലിയൊരു ആശങ്കയും. എന്തായാലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാരം, ഊർജ്ജം, അടിസ്ഥാന സൗകര്യം, കണക്ടിവിറ്റി, പ്രതിരോധം എന്നീ മേഖലകളിൽ സഹകരണം നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദക്ഷിണേഷ്യയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ട് ബംഗ്ലാദേശ് ഉയർന്നിട്ടുണ്ട്. ഉഭയകക്ഷി വ്യാപാരം 2020-21 $10.8 ബില്യൺ നിന്ന് 2021-22 $18 ബില്യൺ എത്തി. 2022-23 നല്ല രീതിയിൽ തന്നെയാണ് പുരോഗമനം പോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് ഇന്ത്യ. ഊർജ്ജ മേഖലയിൽ ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് ഏകദേശം 20,000 മെഗാവാട്ട് വൈദ്യുതി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. 2018 റഷ്യയും ബംഗ്ലാദേശും ഇന്ത്യയും ബംഗ്ലാദേശിന്റെ ആദ്യത്തെ ആണവ റിയാക്ടറായ രൂപാപൂർ ആണവ നിലയ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള സഹകരണം സംബന്ധിച്ച ഒരു മെമ്മോറാണ്ടത്തിൽ ഒപ്പും വെച്ചിരുന്നു. അപ്പോൾ എല്ലാ തലത്തിലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇതുവരെ നല്ല ബന്ധം തന്നെയാണ് പുലർത്തുന്നത്. ഇനി പ്രതിരോധത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നല്ല സഹകരണം തന്നെയാണ് ഉള്ളത്. ഇരുവരും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്നതിലടക്കം പുരോഗമനപരമായ കാര്യങ്ങളും സമാധാനപരമായ കാര്യങ്ങളുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അയൽരാജ്യങ്ങളുമായി പങ്കിടുന്ന ഏറ്റവും ദൈർഘ്യമേറിയ കര അതിർത്തി എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. അസം, പശ്ചിമ ബംഗാൾ, മിസോറാം, മേഘാലയ, ത്രിപുര എന്നിവയുമായിട്ടും ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നുണ്ട്. എല്ലാം കൊണ്ടും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ചൈന ഒരു കുളം കലക്കൽ പരിപാടിയുമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളാക്കി കൊടുക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര സഹകരണത്തിലൂന്നിയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ത്യൻ പ്രതിനിധിയുടെ ബംഗ്ലാദേശ് സന്ദർശനം നല്ല പുരോഗതി തന്നെയാണ് സമ്മാനിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കൂടുതൽ സുപ്രധാനമായ നീക്കങ്ങളിലേക്ക് രാജ്യങ്ങൾ കടക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ ഒരു സന്ദർശനം. എന്തായാലും വരാനിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.